ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ പെറ്റൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണയായിട്ടും ടാങ് അല്ലെങ്കിൽ രസ്ന പൗഡറൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിയാണ് യൂസ് ചെയ്യാറുള്ളത്. നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ വെറും 2 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. അതുമാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ ഇത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ വരും, അത് എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് കാണാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് 1/2 കപ്പ് പഞ്ചസാരയാണ്. നമ്മൾ ലാസ്റ്റിൽ എല്ലാം കൂടി പൊടിച്ചെടുക്കുന്നുണ്ട്, അതുകൊണ്ട് പൊടിക്കാത്ത ചേർത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്ലൂക്കോസ് പൗഡറാണ്. ഇത് ഗ്ലൂക്കോൺ ഡി എന്ന ബ്രാൻഡിൻ്റെയാണ്. നിങ്ങൾക്കിത് സൂപ്പർ മാർക്കറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാവുന്നതാണ്. നമ്മൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗ്ലൂക്കോസ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ക് 2 ടേബിൾ സ്പൂൺ ആണ്. നിങ്ങൾ അതിൽ കൂടുതൽ പഞ്ചസാര എടുക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് പൗഡറിൻ്റെ അളവും കൂട്ടിയാൽ മതിയായിരിക്കും. ഇനി ഇതിലേക്ക് 1 നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയും ഗ്ലൂക്കോസ് പൗഡർ ഉപ്പുമാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച്, മാംഗോ ഏതാണെങ്കിലും നിങ്ങൾക്ക് എസെൻസ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന മാംഗോ എസെൻസ് ആണ്. ഞാൻ 1/2 ടീസ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എസെൻസ് കുറച്ചും കൂടെ ചേർക്കണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രൈൻഡറിനകത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഫൈൻ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ പൗഡർ വെച്ച് ഒരു ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കി കാണിക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അഡീഷണലായിട്ട് പഞ്ചസാര പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടാങ് അല്ലെങ്കിൽ രസ്ന പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.